പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അടൂർ ഫിലിപ്പ് മങ്കുഴിയിൽ കഴിഞ്ഞ ഭാഗ്യമേഖലയിൽ നിന്നും ലോൺ എടുക്കുകയാണെങ്കിൽ, പ്രോജക്റ്റിനോ ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് ഇത്. അപ്പോൾ വാല്യുവേഷനെ സംബന്ധിച്ച ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ വാല്യുവരെ അവരുടെ താല്പര്യപ്രകാരമുള്ള വാല്യുവേഷനാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് ഇടുന്നത്. അതനുസരിച്ച് നിങ്ങൾ ഒരു വീട് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ അണ്ടർ വാല്യൂ ചെയ്തിട്ട് 10 ലക്ഷമോ 15 ലക്ഷമോ 20 ലക്ഷമോ ആക്കിയിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി പിടിച്ചു വെച്ചിട്ടാണ് നിങ്ങൾക്ക് ലോൺ തരുന്നത്. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സ്ഥിര ശമ്പളക്കാരനാണെങ്കിൽ നിങ്ങളിതൊരിക്കലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യത്തില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ പിടിപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് പ്രശ്നം വരുന്നത് അറിയുന്നു. പക്ഷേ എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരല്ല എന്ന് മനസ്സിലാക്കണം. സ്ഥിര വരുമാനക്കാരല്ല. ഒരു ഹൗസിംഗ് ലോൺ എടുത്തിട്ട് അത് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ പശുവിനെ കറന്ന് ജീവിക്കുന്നവരാണെങ്കിലോ അങ്ങനെ മറ്റു രീതിയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിലോ അവർക്കാണ് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം കൃഷി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർക്ക് പല കലാമിറ്റികളും നിങ്ങൾക്കറിയാം. നാട്ടിൽ പലതരം കലാമിറ്റികൾ. ഇപ്പോൾ തന്നെ ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഈ ലോൺ എടുത്ത് ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. കാരണം അവരുടെ ഡോക്യുമെൻ്റ് വിടാന്ന് പോലും അറിയത്തില്ല, വീടില്ല. അപ്പോൾ ഇതുപോലെയുള്ള കലാമിറ്റികൾ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ഈ സർഫാസി ആക്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ വിശകലനം ചെയ്ത് എനിക്ക് മനസ്സിലായത്, ഈ സർഫാസി ആക്ട് ഉണ്ടാക്കിയത് തന്നെ കേരളത്തിലെ 20 MP കൈവക്കിയിട്ടാണ് പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ച് അവർ കൈയ്യടി നേടി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് ഈ സർഫാസി ആക്ടിൻ്റെ നെഗറ്റീവ് വശം എന്താണെന്നോ ഇത് കേരളക്കാരെ എങ്ങനെ ബാധിക്കുമെന്നോ ഇവരാരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം അവരാരും ബിസിനസ് ചെയ്തവരായിരിക്കത്തില്ല. ആണെങ്കിൽ തന്നെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ അറിയില്ല. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഈ സർഫാസി ആക്ട് എങ്ങനെയാണ് ഉപദ്രവം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഏറ്റവും അധികം നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുന്ന, ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഹെൽത്ത് വൈസ് ആണെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ ദിവസം ഓരോ കാലാവസ്ഥയാണ്. ഓരോ കാലാവസ്ഥയ്ക്ക് ഓരോ അസുഖമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ സ്ഥിര വരുമാനമില്ലാത്ത, സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അതിൻ്റെ ഫുൾ 10 വർഷത്തേക്കുള്ള ലോണാണെങ്കിൽ ഒരു കാരണവശാലും ഇത് നേരെ ചൊവ്വേ അടച്ചു പോകില്ല. കാരണം 3 പ്രാവശ്യം ഇത് ഡീഫോൾട്ടായി കഴിഞ്ഞാൽ അക്കൗണ്ട് NP ആവുന്നു, അവർ സർഫാസി ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ലേലം വിളിച്ചു പോകുന്നു. അങ്ങനെ നിങ്ങൾ പത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ലോൺ എടുത്തവൻ്റെ ലേലം വിളി മാത്രമേ പത്രത്തിൽ കാണാനുള്ളൂ. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് വസ്തു വിൽക്കാൻ വേണ്ടിയാണോ എന്ന്. കാരണം അതുപോലാണ്. ഏത് ലോൺ എടുത്തു കഴിഞ്ഞാലും അടുത്ത ദിവസം പത്രത്തിൽ 2 അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ വസ്തു ലേലം വിളിക്കാൻ കിടക്കുകയാണ്. ലോൺ എടുത്തവൻ്റെ ഗതി ഇതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതിൻ്റെ മെയിൻ കാരണം കേരളത്തിലെ നാച്ചുറൽ കലാമിറ്റി, അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോഴെന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിനെ പറ്റി വളരെ മോശമായൊരു ഇമേജാണ് പൊതുവെ സാമ്പത്തിക രംഗത്ത് വരുന്നത്. കാരണം ലോൺ എടുത്താൽ അടയ്ക്കാത്ത ആളുകളെന്ന ഒരു ഖ്യാതി വരും. അങ്ങനെ വരുമ്പോൾ ഈ സിബിൽ സ്കോർ എന്ന് പറഞ്ഞൊരു സാധനം തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതും കേരളക്കാരെയാണ് ഏറ്റവും കൂടുതൽ ദൂഷ്യം ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ കണക്കൂട്ടലിൽ കേരളത്തിലെ ഫണ്ട് കേരളത്തിൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് ഈ സിബിൽ സ്കോർ എന്നുള്ള സംവിധാനം എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. കാരണം കേരളത്തിലെ പ്രവാസികൾ അയക്കുന്ന കോടാനുകോടി ഫണ്ടുണ്ട്. ഈ വർഷം തന്നെ കഴിഞ്ഞ 2015 ഞാൻ ഗൾഫുകാരുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയിരുന്നു, പ്രവാസി സംഘം എന്ന് പറഞ്ഞ. അന്ന് ഞാൻ ചോദിച്ച ചോദ്യമാണ്, 1,00,000 കോടി, 1,20,000 കോടി, 1,40,000 കോടി രൂപ പ്രവാസികളുടെ ഫണ്ട് ഇവിടെ വരുന്നത് ആരും ലോൺ എടുക്കുന്നില്ല. കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. ലോൺ എടുക്കുന്നവൻ 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് കടക്കാരനാകുന്നു, അവൻ്റെ ജപ്തി ചെയ്ത് പോകുന്നു. അങ്ങനെ ആളുകൾ മടിച്ച് ഈ രംഗത്തോട്ട് വരാതെ, അപ്പോൾ ലോൺ ആർക്കും വേണ്ട എന്നൊരു സ്റ്റേജിലോട്ട് വരുമ്പോൾ കേരളത്തിൽ ആർക്കും ലോൺ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും കോർപ്പറേറ്റിനും അടിച്ചു കൊടുക്കുക.
അപ്പോൾ കേരളം അങ്ങനെ ഒരു ഫ്രണ്ട്ലി സംസ്ഥാനമല്ല. ബിസിനസ്സിന് ആർക്കും ലോൺ വേണ്ടാത്തൊരു സംസ്ഥാനമായിട്ട് മാറും. തിരിച്ചടയ്ക്കാത്തവരുടെ ഒരു നാടാണ്. കാരണം എല്ലാവർക്കും സർഫാസി പ്രശ്നങ്ങൾ കയറി വരുന്നു, എല്ലാവരുടെയും സിവിൽ സ്കോർ മോശമാകുന്നു, അക്കൗണ്ട് NPA ആകുന്നു. അങ്ങനെ 3 NPA ആയിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം ലോൺ അടയ്ക്കാതെ ഡ്യൂ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ, ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് NPA ആയി, പിന്നെ സർഫാസി ആക്റ്റായി, പ്രൊസഷൻ എടുക്കുന്നു, ലേലം വിളിക്കാൻ നടപടി എടുക്കുന്നു, അറ്റാച്ച്മെൻറ്റ് വരുന്നു. അങ്ങനെ 100 നാണം കെടുത്തുന്ന പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഈ NPA 3 മാസത്തിന് ശേഷമല്ല വരേണ്ടതെന്നാണ് ഞാനിന്നും പറയുന്നത്. ഞാനിത് പല പ്രാവശ്യം സർക്കാരിന് ലെറ്റർ എഴുതി ഇതിന് നടപടി എടുക്കണമെന്ന്. കേരളത്തിൻ്റെ കലാമിറ്റിയുടെ പേരിൽ ഒരു 12 പ്രാവശ്യമെങ്കിലും 12 മാസമെങ്കിലും ഡ്യൂ ആവാതെ ഈ സർഫാസി ആക്ട് റൂൾ എടുത്ത് കളയണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിനൊരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പകരം 1%, 0.5% പലിശ കൂട്ടിയെടുക്കുക. കാരണം അവർ പിടിച്ചു വച്ചിരിക്കുന്ന പ്രോപ്പർട്ടി 90% കേസിലും അവർ 10 ഇരട്ടി പ്രോപ്പർട്ടി പിടിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി 1 വർഷം അടച്ചില്ലെങ്കിലും 2 വർഷം അടച്ചില്ലെങ്കിലും അവർ അതിൻ്റെ ശിക്ഷ നടപടി എടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം അതിനും വേണ്ടിയുള്ള പ്രോപ്പർട്ടി ഇവർ ഈടായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിരന്തരമായിട്ട് ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് സർക്കാരിന് പല പ്രാവശ്യം ഇതിന് ലെറ്റർ എഴുതിയിരുന്നു. കാരണം ഈ സർഫാസി ആക്ട് എടുത്ത് കളയേണ്ടതാണ്. കേരളക്കാരെ സംബന്ധിച്ച് ഇതൊരിക്കലും കേരളത്തിനെ ഫേവർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ റൂളല്ല. സർഫാസി ആക്റ്റും ഈ സിവിൽ സ്കോറും ഇതൊന്നും കേരളത്തിലെ ഫണ്ട് ഇവിടെ ആളുകൾ ഉപയോഗിക്കാതെ ഇവിടുത്തെ ഫണ്ട് മറ്റ് സ്റ്റേറ്റിലേക്കും കോർപ്പറേറ്റിലേക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റൂളാണെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതും പല ബാങ്കിങ് ബിസിനസ്സിലുള്ളവർ ചോദിച്ചിരിക്കും പറഞ്ഞത്. ഏറ്റവും കൂടുതൽ അത് നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാൽ അറിയാം. വ്യവസായം തുടങ്ങുന്നതിൻ്റെ എല്ലാം പ്രോപ്പർട്ടി ലേലം വിളിയാണ്. അപ്പോൾ അത്രയും ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ സിസ്റ്റങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ വാല്യൂറുമായിട്ടുള്ള ഒത്തുകളി വളരെ കൂടുതലാണ്. കാരണം ലേലം വിളിക്കുന്ന സമയത്ത് ഇവർ നെക്സസ് ഫോം ചെയ്യും. അതായത് വാല്യൂവർ ലേലം കൊടുക്കുന്ന സ്ഥിരം ഒരു ഗ്രൂപ്പാണ് ലേലം വിളിച്ച് ഭൂമി എടുത്തുകൊണ്ട് പോകുന്നത്. അവരും വാല്യൂവറും ബാങ്കിലെ എല്ലാവരും ഞാൻ പറയുന്നില്ല, ബാങ്കിലെ ചിലർ ഇതിൽ കൈയുണ്ട്. അങ്ങനെ ഇവർ അണ്ടർ വാല്യൂ ചെയ്യും. വിളിക്കാൻ നേരത്തേക്ക് വീണ്ടും അണ്ടർ വാല്യൂ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ 10 ലക്ഷം നിങ്ങൾ ലോൺ എടുത്തു, 1 കോടിയുടെ ഭൂമിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവർ വീണ്ടും എന്തെങ്കിലും കാരണം പറഞ്ഞ് വീണ്ടും വാല്യൂ ചെയ്യുന്നു. നിങ്ങളുടെ നിന്ന് ഫീസ് വാങ്ങിക്കും. ചിലപ്പോൾ നിങ്ങൾ അറിയണമെന്നില്ല. 10 ലക്ഷം എടുത്തുന്ന വസ്തുവിനെ ഇപ്പോൾ 5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വാല്യൂ ചെയ്യും. എന്നിട്ട് അവർ ലേലം ചെയ്യും. അവരുടെ ബിനാമി ഇത് ലേലത്തിൽ കൊള്ളും, നിങ്ങളുടെയും പോകും. വീണ്ടും നിങ്ങൾ കടക്കാരനായിട്ട് ബാങ്കിൻ്റെ മുന്നിൽ കടക്കാരനായിട്ട് നിൽക്കും. നിങ്ങൾക്ക് വീണ്ടും റവന്യൂ റിക്കവറി 100 നൂലാമാലകൾ. ഇതാണ് ബാങ്കിങ്. ഇത് പല പ്രാവശ്യം പത്രത്തിൽ വന്നാണ്ട് ആ റിപ്പീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി ചതിക്കുഴികൾ ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബ്രിമ്മിലുള്ള ഭൂമി മാത്രമേ കൊടുക്കാവൂ. ഇപ്പോൾ ഇതിപ്പോൾ ഗവൺമെൻറ് ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരു വാല്യുവേഷൻ്റെ പാനലിൽ വെച്ചിട്ട് ആ പാനൽ മാത്രം, കാരണം ഒരാളെ നമുക്ക് ബ്രൈവ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് 4 പേരെ ഒരുപോലെ ബ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് സാധ്യത കുറവായിരിക്കും. പിന്നീട് പല പ്രാവശ്യം ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തതാണ് ഇത് വാല്യൂ ചെയ്യുന്നൊരു സംവിധാനം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവണം. കളക്ടറേറ്റിനെ ബേസ് ചെയ്ത്, ഒരു താലൂക്കിനെ ബേസ് ചെയ്ത് ഒരു വാല്യൂവർ ടീം ഇവിടെ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ വാല്യൂ ലോൺ എടുത്താലും ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ ഭൂമിയുടെ വാല്യൂ ഇത്രയാണെന്നുള്ളത് കാലാകാലങ്ങളിൽ ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം റോഡ് സൈഡിലെ വസ്തുവിന് ഇന്ന് 4 ലക്ഷം രൂപ സെൻറ്റിനുണ്ടെങ്കിൽ നാളെ അത് 5 ലക്ഷം ആകുന്നുണ്ട്. ഇവിടുത്തെ വില 5 ലക്ഷമാണെന്ന്. അപ്പോൾ ഏത് ബാങ്ക് വന്നു കഴിഞ്ഞാലും നിങ്ങളൊരാവശ്യം വിൽപ്പനയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻസ് കിട്ടും. അതനുസരിച്ച് കൊണ്ട് വേണം. ഇപ്പോൾ പൊന്നും വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള വിലയുടെ 5-ലും 8-ലും വിലയുള്ള പൊന്നും വില. അത് വെച്ചുകൊണ്ടാണ് ഇന്ന് പല കാര്യത്തിനും പോകണത്. ഇത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു എഴുതി കഴിഞ്ഞാൽ 5 വർഷം 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാധ്യത കയറി വരികയാണ്. സർക്കാർ നോട്ടീസ് അയക്കുന്നു, നിങ്ങൾ കള്ളത്തരം കാണിച്ചു, ബാക്കി കൊണ്ട് പൈസ അടയ്ക്കുന്നു. എന്തിനിങ്ങനെ കള്ളനാക്കുന്ന മനുഷ്യനെ? അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റിയൽ വാല്യൂ, ഇവിടെ ഒരു വേറൊരു പൊന്നും വില എന്നൊരു വാല്യൂ വേണ്ട. ഇവിടുത്തെ റിയൽ വാല്യൂ നാട്ടുകാർക്കെല്ലാം അറിയാം. വസ്തു വാങ്ങിക്കുന്നതിനും അറിയാം, വിൽക്കുന്നതിനും അറിയാം ഇവിടുത്തെ വസ്തുവിൻ്റെ വില എത്രയാണെന്ന്. പക്ഷേ ഇവിടെ റവന്യൂ വകുപ്പിന് അറിയില്ല ഇവിടുത്തെ റിയൽ വാല്യൂ എത്രയാണെന്ന്. അതിന് പൊന്നും വില എന്ന് പറഞ്ഞിട്ട് താഴ്ത്തി ഒരു വാല്യൂ ഇട്ടിട്ട് അതിൻ്റെ 10% പ്രമാണ എഴുത്തുകൂലിയാക്കി വിൽക്കുന്ന ആ രജിസ്ട്രേഷൻ ഫീസ് 2% 3% കുറച്ചിട്ട് റിയൽ വാല്യൂവിന് വസ്തുവിൽ എഴുതുക. അതോടുകൂടി അധിക ബാധ്യത വരുന്നുമില്ല.
റിയലായിട്ടുള്ള ആക്ച്വൽ വാല്യൂ എല്ലാ ഡോക്യുമെൻറ്റിലും വരും. പിന്നെ സ്ഥിരം ഒരു സംവിധാനം ഉണ്ടാക്കുക വസ്തുവിൻ്റെ വില നിർണ്ണയിക്കാൻ വേണ്ടി. കാരണം ഇവിടെ പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയില്ല, അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ഒന്നാന്തരം ശക്തമായ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. വസ്തു വിൽക്കുന്നത് എത്രണ്ണ, വസ്തു വാങ്ങിക്കുന്നത് എത്രണ്ണ, പാറമണയിലെ പാറപ്പൊടിക്ക് എത്ര, അല്ലെങ്കിൽ മെറ്റലിന് എത്ര, ഒരു കോരി വണ്ടിക്ക് വാടക, ഇതെല്ലാം ഇവിടുത്തെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തമായ സംവിധാനമുള്ളൊരു സ്റ്റേറ്റാണിത്. ഇതൊന്നും പ്രയോജനപ്പെടുത്തുന്ന മാത്രമേ അവരുടെ സഹായം തേടാം. അഥവാ റവന്യൂവിന് അറിയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ സഹായം തേടാം, ഇവിടുത്തെ വസ്തു വിൽപ്പിക്കുന്നതും വാങ്ങിക്കുന്നതും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ കള്ളന്മാരുമാക്കണ്ട, സർക്കാരിന് വരുമാനവും കിട്ടും. ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് 2 കുറയാമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബൂം ചെയ്യും. അതോടുകൂടി വീണ്ടും വരുമാനം വർദ്ധിക്കും. പിന്നെ ഗ്രാഡുവലി അടുത്ത വർഷം ആകുമ്പോൾ 2.5 ആക്കാം, പിന്നെ അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോൾ 3 ആകും. ഗ്രാഡുവലി ആകുമ്പോൾ ആർക്കും ഇത് നോവായിട്ട് തോന്നത്തില്ല. ഒരടിക്ക് 10 കൊണ്ടുവരുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കുന്നത്. അങ്ങനെ ഒരു റിയൽ വാല്യുവേഷൻ സിസ്റ്റം അതിൻ്റെ തുടക്കമായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ 4 പേരുടെ ഒരു പാനൽ വെക്കണമെന്ന് പറഞ്ഞത്. അതും ഈ പാനലിലേക്ക് സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ എടുക്കാവൂ. കാശുണ്ടാക്കാൻ വേണ്ടി റിട്ടയർ ചെയ്ത് വെച്ചാൽ ആക്രാന്തം മൂത്ത് നടക്കുന്ന കുറച്ച് പേരുണ്ട്, റിട്ടയർ ചെയ്ത് വെച്ച് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ അല്ലാതെ ഈ പാനലിൽ ജനങ്ങളുടെ മുമ്പിൽ വളരെ സത്യസന്ധമായിട്ട് നീതിപൂർവ്വം പെരുമാറുന്ന ആളുകളെ പാനലിലേക്ക് എടുക്കാവൂ. കാരണം ഇതൊരു ഫീസിൻ്റെ അല്ല, ഒരു സേവനമായിട്ട് തന്നെ വരണം, നാമമാത്രമായ ഫീസ് കൂടെ ആയിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെ വാല്യുവേഷൻ്റെ ബുദ്ധിമുട്ടിങ്ങനെ നിങ്ങൾ നേരിടും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാലൻസ് പറയുന്നതാണ്. ഓക്കെ, നമസ്കാരം.